മറ്റൊരു ചിറ്റ്ചാറ്റാണ് ഇന്ന് എൻ്റെ കൂടെ ചിറ്റ്ചാറ്റിൽ പങ്കെടുക്കുന്നത് ഫാദർ സിറിയക് തുണ്ടിയിൽ. ഇദ്ദേഹം ബേസിക്കലി ഒരു അക്കാഡമീഷ്യനാണ്. വളരെ കാലം സ്കൂൾ അധ്യാപകനും സ്കൂൾ പ്രിൻസിപ്പലുമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. വളരെയധികം വിദ്യാർത്ഥികളുണ്ട്. കേരളത്തിനുപരിയായിട്ട് വടക്കേ ഇന്ത്യയിലും കാത്തലിക് മിഷൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് FCRA അതേപോലെ കാത്തലിക്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയായിരിക്കും കൂടുതൽ ചോദ്യങ്ങളുണ്ടാവുക. അച്ഛാ നമസ്കാരം, ചിറ്റ്ചാറ്റിലോട്ട് സ്വാഗതം. നമസ്കാരം. അച്ഛാ, ഈ FCRA അതേപോലെ കാത്തലിക് കോൺട്രിബ്യൂഷൻ ഏകദേശം 10ഓളം കാത്തലിക് വിശ്വാസികൾ ഇന്നും ഇന്ത്യയിലെ ജയിലുകളിലാണ്. അതായത് ഗവൺമെൻറ് BJP ആണെങ്കിലും RSS ആണെങ്കിലും സംഘ് പരിവാർ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും വല്ലാത്ത രീതിയിലുള്ള അറ്റാക്കാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ FCRAയുടെ സംഭവങ്ങളിലൂടെ വന്നു കഴിഞ്ഞു. അച്ഛൻ, ഈ FCRAയുമായി ബന്ധപ്പെട്ട് ഈ സഭ പറയുന്ന നിലപാടെന്താണ്? സഭ പറയുന്ന FCRA വാസ്തവം പറഞ്ഞാൽ 1976 മുതലുള്ളതാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നതൊന്നുമല്ല. 1976 മുതൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന എല്ലാ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസും ആനുവലി അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഹോം മിനിസ്ട്രിക്ക് റിട്ടേൺസ് സമർപ്പിക്കണം എന്നുള്ള അന്ന് തൊട്ടുള്ള നിയമമാണ്. അന്ന് തൊട്ട് ഞങ്ങളുടെ സഭയിൽ ഏതായാലും എനിക്കറിയാവുന്നതാണ്, എല്ലാവരും കൃത്യമായിട്ട് ഞങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. അവർ കൃത്യമായിട്ട് ക്ലാസ് എടുത്ത് എങ്ങനെയാണത് ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്ന എല്ലാവരും അതിനെപ്പറ്റി ബോധവാന്മാരാണ്, കറക്റ്റായിട്ട് സമർപ്പിക്കുന്നുമുണ്ട്. അപ്പം ഇതുമായിട്ട് FCRAയുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയിലെ ചില സംഘപരിവാർ ഗോദി മീഡിയകൾ അച്ഛൻ കണ്ടു കാണും എങ്ങനെയാണ് അവർ ഇതിനെപ്പറ്റി പറയുന്നത്. അവർ ഭയങ്കര ക്രൈമായിട്ടാണ് FCRAയും കാത്തലിക്സിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുന്നത്. ഈ FCRA ഫണ്ടാണെങ്കിലും ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ഈ പറയുന്ന സംഘപരിവാറിനും RSSനും പ്രത്യേകിച്ച് BJPക്കും കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനോട് ഇത്രമാത്രം വൈരാഗ്യം വരാൻ കാരണം എന്താ? ആക്ച്വലി ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകെ ഒരു കൊല്ലം ഏതാണ്ട് 22,000 കോടി രൂപയാണ് വരുന്നത്. പക്ഷേ ക്രൈസ്തവ രൂപതകൾക്കും സഭയ്ക്കും സംഘടനകൾക്കും വരുന്നത് അതിൻ്റെ 10% ഉള്ളൂ. എല്ലാവരുടെയും വിചാരം ഈ 22,000 രൂപ ക്രിസ്ത്യാനികളുടെ കയ്യിൽ കിട്ടുകയാണ്, അതുകൊണ്ട് കൺവേർഷൻ നടത്തുകയാണെന്ന്. ശരിയല്ല. 10% ഉള്ളൂ. ബാക്കി 22,000 കിട്ടുന്നവരെന്താ മിണ്ടാതിരിക്കുന്നത്? ക്രൈസ്തവ സഭ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നിയമം അനുസരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബ്ലഡിനുള്ളതാണ്. നിയമം അനുസരിച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഈ പറഞ്ഞ 1976 മുതൽ ക്രൈസ്തവ സംഘടനകളെല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കുന്നുണ്ട്. സമർപ്പിക്കാത്തവരൊക്കെ അനുവാദമില്ലാതെ പുറത്തും പോയിട്ട്. അതുകൊണ്ട് എല്ലാവരും അവെയറാണ് ഇതിൻ്റെ എന്താണ് ചെയ്യുന്നത്. പക്ഷേ ഈ വരുമാനം വന്നിട്ട് കൺവേർഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു 1950കളിലാണ് ആദ്യമായിട്ട് ആൻറ്റി കൺവേർഷൻ ലോകത്താകുന്നത്. അത് ഒറീസയിലുണ്ടായത്. BJPക്കാരല്ല, കോൺഗ്രസ്സുകാരാണ് കൊണ്ടുവന്നത്. അതെ. അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശിലുണ്ടായിക്കോൾ ഛോട്ടാ നാഗ്പൂർ പ്രദേശത്ത്, അതായത് അംബികപ്പൂർ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ക്രൈസ്തവ മിഷൻ ഞങ്ങളുടെ അച്ഛന്മാരും മിഷണറിമാരായിട്ട് പോയിരുന്നു. അപ്പോൾ അക്കാലം തൊട്ട് മിഷണറിമാരോടൊരു ഭയങ്കര വിരോധമാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള ആളുകൾക്ക്. അതിന് പ്രധാന കാരണം ക്രൈസ്തവ സഭ ചെയ്യുന്നത് സഹായിക്കുന്നത് ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നവരെയാണ്. താഴേക്കിടയിൽ കിടക്കുന്നവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവർക്ക് അറിവ് കൊടുക്കുന്നു, അവരുടെ നിയമവശങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതാണ് ഇവരെ അലോരസപ്പെടുത്തുന്നത് എന്നാണ് എൻ്റെ വിചാരം. കാരണം ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരായിട്ട് പോകണമെന്ന് പറയുന്നില്ല, ഹിന്ദുക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഹിന്ദുത്വത്തെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്ന അത് ഞങ്ങളുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരിടത്ത്. പക്ഷേ താഴേക്കിടയിൽ കിടക്കുന്നവർ എത്ര കാലമാണ് ഈ കർഷകർ സഹിക്കുന്നത്? അവരെ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ കണ്ണീർ വരും. അവിടെ പോയിട്ടുള്ളവർക്കറിയാം എത്ര കഷ്ടപ്പെട്ടാണ് ജീവിതം. ഞാൻ
1975 ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിൽ പോയിട്ടുണ്ട്. അവിടെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോയത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേഷനിൽ ഞാൻ പോയി. ഒരു ജീപ്പിൽ കാട്ടിലൂടെ വേണം പോകാൻ. കാട്ടിലൂടെ ചെന്ന് പിന്നെ ഒരു 2 കിലോമീറ്റർ കാൽനടയായിട്ട് പോകണം, നടന്ന് പോകണം. നടന്ന് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് നമ്മുടെ ഇവിടെ പണ്ട് കാലത്ത്, അതായത് 1950കളിലൊക്കെ കുട്ടനാട് ഭാഗത്ത് ബണ്ടുകളിൽ മനുഷ്യർ താമസിക്കുന്ന ചെറിയ ചെറിയ ചെറ്റപ്പുര പോലൊരു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ ചുറ്റുമുള്ള മനുഷ്യരും ഒക്കെ താമസിക്കുന്നത് അതേ തരത്തിലുള്ള വീട്ടിലാണ്. അപ്പോൾ അത്രയ്ക്ക് അവരോട് താതാത്മ്യം പ്രാപിച്ചാണ് അവർ ഓരോരുത്തരും അവിടെ പ്രവർത്തിക്കുന്നവർ. അപ്പോൾ അല്ലാതെ അവിടെ പോയിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾക്ക് ഇപ്പോഴാണ് ഉണ്ടായത്. അവിടെ ചെന്ന് ജഗദൽപൂരിലാണ് അവിടുത്തെ കത്തോലിക്ക സഭയുടെ കേന്ദ്രം. അവിടെ ബിഷപ്സ് ഹൗസ് എന്ന് പറയുന്നത് വളരെ ചെറിയ കെട്ടിടമായിരുന്നു. പിന്നെയാണ് ആദ്യമാണ് സ്കൂളുണ്ടായി, അത് കഴിഞ്ഞിട്ടാണ് പള്ളി ഉണ്ടായത്. അപ്പോൾ അവിടെ സ്കൂൾ സ്ഥാപിച്ചതിൻ്റെ കാര്യം അവിടുത്തെ ജനങ്ങളെല്ലാവരും ഇങ്ങോട്ട് അപേക്ഷിക്കണം, ഞങ്ങളെ പഠിപ്പിക്കൂ, ഞങ്ങൾക്ക് അക്ഷരം പറഞ്ഞു തരുമെന്ന് അവരിങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടാണ്. അപ്പോൾ ക്രൈസ്തവരുടെ പ്രധാന സേവന മേഖല 2ആണ്. ഒന്ന് വിദ്യാഭ്യാസം, വെളിച്ചം. രണ്ടാമത്തേത് ആരോഗ്യം. അവിടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതിയൊക്കെ അവിടെയൊക്കെ പോയിട്ടുള്ളവർക്കേ അറിയാവുള്ളൂ. ഒരു രോഗി ഉണ്ടായാൽ കിലോമീറ്ററുകൾ രോഗിയും ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേടാണുള്ളത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ സമീപത്ത് ഒരു ക്ലിനിക്കും അത്യാവശ്യത്തിനുള്ള മരുന്നുകളും ഒരു നേഴ്സും ഉണ്ടെങ്കിൽ വേഗം കാര്യങ്ങൾക്ക് നടപ്പുണ്ടാകും. ഇതൊക്കെയാണ് ആരംഭത്തിലേ തുടങ്ങുന്നത്. നമ്മുടെ പ്രഖ്യാതമായിട്ടുള്ള വെല്ലൂർ മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് തുടങ്ങിയത്? ഒരു സ്ത്രീ തുടങ്ങിയതാണ്. ഇഡ ഖബർ എന്ന് പറയുന്ന ഒരു സ്ത്രീ തുടങ്ങിയതാണ്. അവരൊരു ചെറിയ ക്ലിനിക്കായിട്ടാണ് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് തുടങ്ങിയത്? അവിടെ അക്കാലത്ത് പുരുഷന്മാർ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഈ സ്ത്രീയുടെ അച്ഛൻ ഒരു ഡോക്ടറായിരിക്കും. ഒരു മിഷണറി ആയിട്ടാണ് വന്നത് ഇന്ത്യയിൽ. മിഷണറി ആയിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ഒരു ഡോക്ടറുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ വന്ന് കണ്ടു പറഞ്ഞു, ഇങ്ങനെ ഭാര്യയ്ക്ക് പ്രസവ സമയമായി, എങ്ങനെയെങ്കിലും സഹായിക്കണം, എന്തെങ്കിലും മരുന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു റെഡി, ഞാൻ വരാം, കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ പറഞ്ഞില്ല, ഒരു സ്ത്രീ ഡോക്ടർ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ പറഞ്ഞു. അപ്പോൾ ഈ ഈട എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു. അവൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇത് കേട്ടു. അവൾ സ്കൂൾ പഠനം കഴിഞ്ഞ് അമേരിക്കയിൽ പോയി മെഡിസിൻ പഠിച്ച് തിരിച്ചു വന്നിട്ട് തുടങ്ങിയതാണ് വെല്ലൂർ ആശുപത്രി. അത് ചരിത്രം എല്ലാവർക്കും ഇത് വെല്ലോണ്ടൊരു അറിയാവുന്ന കഥയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും തുടങ്ങുന്നത് ബേസിക് ആയിട്ടുള്ള ആരോഗ്യ പരിരക്ഷ സാമാന്യക്കാർക്ക് കിട്ടുക എന്നുള്ള ഒരു കമ്പാഷൻ്റെ ഒരു മോട്ടിവേഷനിലാണ് തുടങ്ങുന്നത്. കുറച്ചു കാലം മുമ്പ് അച്ഛനോടൊരു കാര്യം ഇടയ്ക്ക് ചോദിക്കാനാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ശ്രീ നരേന്ദ്രമോദിയും ഹോം മിനിസ്റ്റർ അമിത്ഷായും അവർ ഹിന്ദി ഭാഷ ഹൈലൈറ്റ് ചെയ്യുക, ഇംഗ്ലീഷ് പഠിക്കരുത്. ഇത് ആരോടാണെന്ന് പറയുക? ഈ പറയുന്ന നഗരങ്ങളിലുള്ള കുട്ടികളോടല്ല പറയുന്നത്. അതായത് ഇന്ത്യയിലെ ഗ്രാമവാസികളോടാണ് പറയുന്നത്, നിങ്ങൾ ഹിന്ദി പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കുക. കാരണം ഇന്ത്യയിലെ നഗരത്തിൽ പറഞ്ഞാൽ അത് ഏക്കത്തില്ല. എന്തുകൊണ്ടാണ് അവർ ഹിന്ദിക്ക് ഇത്ര പ്രാമുഖ്യം കൊടുക്കുകയും ഇംഗ്ലീഷ് ഭാഷ പഠിക്കുകയും വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ വെച്ചാൽ? ഈ ഹിന്ദി എന്ന ഭാഷ തന്നെ ആലോചിച്ച് നോക്കൂ. ഹിന്ദി എന്നൊരു ഭാഷയില്ലായിരുന്നു. ഡയലക്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബീഹാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള 4-5 ഡയലക്റ്റുകളും ഉറുദുവുമാണ് ഉണ്ടായിരുന്നത്. അവർ സംസാരിച്ച് പോവുകയല്ലാതെ ഇതിന് നിയതമായിട്ടുള്ളൊരു ഗ്രാമർ ഉണ്ടായിരുന്നില്ല. ഈ ഹിന്ദി ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടാക്കിയത് 2 സായിപ്പന്മാരാണ്, ജോൺ ഗിൽക്രിസ്റ്റും സാമുവൽ ഹെൻറി കെനോഗും. ഇവർ രണ്ടുപേരുമാണ് ആദ്യമായിട്ട് ഹിന്ദി ഭാഷയ്ക്ക് ഗ്രാമർ എഴുതിയത്. കെനോഗിൻ്റെ ഗ്രാമർ ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട റെഫറൻസ് ഗ്രന്ഥമാണ്. അപ്പോൾ ഈ ഭാഷകൾ പഠിപ്പിക്കുന്നത് ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഗ്രാമങ്ങളിലെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കരുതെന്ന് പറയുന്നത്? വാസ്തവത്തിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷ എന്നതിനേക്കാൾ ഒരു പുറം ലോകവുമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. നമ്മുടെ ഈ കാലത്ത് ഡിജിറ്റൽ വേൾഡിൽ ഇരിക്കുന്നവർക്ക് അറിയാമല്ലോ,
ഇന്ന് ലോകത്ത് ഇവിടെ ഏത് ഗ്രാമത്തിലിരിക്കുന്നവർക്കും അമേരിക്കയിൽ നടക്കുന്ന കാര്യം അറിയാം, ഏത് ഗ്രാമത്തിലിരിക്കുന്നവർക്കും ഇറ്റലിയിൽ നടക്കുന്ന കാര്യം അറിയാം. നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയുന്നതോടൊപ്പം തന്നെ അവർക്കും അറിയാം. അപ്പോൾ അവർക്ക് അവരുടെ ജിജ്ഞാസ എന്ന് പറയുന്നതാണ് അറിവിൻ്റെ തുടക്കം. അപ്പോൾ ഈ ജിജ്ഞാസ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അറിവുകളോട് ഭാഷ കൊടുക്കുന്നത്, പുസ്തകങ്ങൾ കൊടുക്കുന്നത്, പഠനം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ളവരെ എങ്ങനെയെങ്കിലും അവിടെ അവർ ഇപ്പോൾ ജീവിക്കുന്ന ബ്രാഹ്മിൻസ് ഒക്കെ പറയുന്ന നീച ജന്മങ്ങളാണ് അവർ. അതെ അതെ. ആ നീചൻ ജന്മങ്ങൾ എന്നുള്ള സ്ഥിതിയിൽ അവർ തുടരണം. അതിനു വേണ്ടിയിട്ടാണ് അവരെ അവിടെ കെട്ടിയിടാൻ ആഗ്രഹിക്കുന്നത്. ബേസിക്കലി ഇവർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ ഭയക്കുന്നു, അതല്ലേ സത്യം? സത്യം. കാരണം ഈ പേന, ഈ പുറകിൽ നോക്കൂ, ഒരു പേന ഉണ്ട്, കണ്ടോ, മുകളിൽ ഇരിക്കുന്നുണ്ട്. ഈ പേനയെയാണ് ആളുകൾക്ക് ഭയപ്പെടുന്നത് പണ്ട്. ഇപ്പോൾ സ്വരത്തെയാണ്, ഇമേജിനെയാണ്. ഇപ്പോൾ നമ്മളുടെ ഗ്രാമങ്ങളിലുള്ള കുട്ടികൾ സംസാരിക്കുന്നത് കേൾക്കണം, ഗ്രാമങ്ങളിലുള്ള കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേൾക്കണം. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇവിടെ ഉണ്ടായത് കണ്ടില്ലേ, ബീഹാറിലുണ്ടായത് കണ്ടില്ലേ, ജാർഖണ്ഡിലുണ്ടായത് കണ്ടില്ലേ? ഗ്രാമവാസികളാണ്, അവർ ഉണർന്നു കഴിഞ്ഞു, അവരെ അടിച്ചമർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു ഭാഷ പഠിപ്പിക്കാതിരിക്കുന്നത് കൊണ്ട് അസവന ഇന്നും നമ്മുടെ നാഷണലായിട്ടുള്ള ഏത് മീഡിയ തുറന്നാലും ഹിന്ദി മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഹിന്ദി സംസാരിക്കുന്നത് വെറും 26% ആൾക്കാരേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അച്ഛനോട് കാര്യം ചോദിക്കട്ടെ, ബാക്കിയുള്ളവരുടെ തലയിലോട്ട് കെട്ടിവെക്കുകയാണ്. അച്ഛനോട് കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഇന്ത്യയിലെ പാവപ്പെട്ട ദളിറ്റ്സിനും ആദിവാസികൾക്കും ഈ പറയുന്ന BJPയും സംഘപരിവാർ എത്ര കാലം അവർ എഡ്യൂക്കേഷൻ ഇങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കും? ഈ ഡിജിറ്റൽ ലോകത്തിൽ ഇനി അത് സാധ്യമല്ല. കാരണം ഇറ്റ് ഈസ് വൺ വേൾഡ് ആയിരിക്കുക. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. പറ്റണമെങ്കിൽ ഈ മെറ്റായും കുറ്റായും എല്ലാം അടച്ചു കൂട്ടണം. ഫേസ്ബുക്ക് അടച്ചു കൂട്ടണം, ഇൻസ്റ്റാഗ്രാം അടച്ചു കൂട്ടണം, വാട്സപ്പ് അടച്ചു കൂട്ടണം. ഇത് സാധിക്കുമോ? സാധിക്കത്തില്ല. പത്രം അടച്ചു കൂട്ടാം, പക്ഷേ റേഡിയോ അടച്ചു കൂട്ടാം. പണ്ട് നമുക്ക് ദൂരദർശൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജർമ്മനിയിൽ പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ, ഞാനവിടെ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് ജർമ്മൻകാർ ചോദിക്കുക, എന്തിനാണ് അവിടെ TV പോലും ഇല്ലാത്തടത്ത് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ 1000-ലേറെ TV ചാനൽസ് ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ. അല്ല, ഇപ്പം ഇന്ത്യയിൽ 3000-ഓളം TV ചാനൽസാണ് ഉള്ളത്. 3000-ഓളം TV ചാനൽസ് ഉണ്ട്. അത് എക്സ്പൊണൻഷ്യലായിട്ട് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ AI-യുടെ കാര്യം പറഞ്ഞ പോലെയാണ്, പിടിച്ചെടുത്ത് നിൽക്കുകയല്ല, പിടിക്കാത്ത രീതിയിലൊക്കെ അത് ഡെവലപ്പ് ചെയ്യും. ഇപ്പം സാമാന്യ പിള്ളേർ പോലും ഈ മീഡിയ എല്ലാം വളരെ നമ്മളെക്കാരുമൊക്കെ ഒരുപക്ഷെ ചില ഗ്രാമത്തിലുള്ള പിള്ളേർ ഇക്കാര്യത്തിൽ വളരെ കഴിവുള്ളവരാണ്. അല്ല അച്ഛാ, ഒരു കാര്യമുണ്ട്, ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെക്നോ സാവിയാണ്. കാരണം ആ ഒരു സംഭവമാണ്, ഭയങ്കര ടെക് സാവിയാണ് ഇവർ മുഴുവനും. അതെ, കാരണം ഇവർക്ക് അതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരതിനകത്തോട്ടങ്ങ് കയറുവാണ്. കാരണം നമുക്കാണ് പിന്നെ റെസ്ട്രിക്ഷനുള്ളൂ, അവർക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നത്, അപ്പോൾ ഇത്രയും ഈ ഗവൺമെൻറ്റിന് ആരാണ് ബേസിക്കലി അഡ്വൈസ് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ ഡിജിറ്റൽ വേൾഡിൽ ഒന്നും തടയാൻ പറ്റത്തില്ല. ഞാൻ മെറ്റയുടെ ഒരു സീനിയർ ഓഫീസറുമായിട്ട്, വളരെ സീനിയർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ചു. അയാൾ കൃത്യം പറഞ്ഞു, ഗവൺമെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചിലതൊക്കെ ഞങ്ങൾ ചെയ്യും, പക്ഷേ ഇതൊന്നും അവരെ കൊണ്ട് പോലും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ടെക്നോളജിയെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, അത് എല്ലാത്തിനും മുകളിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാത്തത്, ഈ ജന്തർ മന്ത്രമാണെങ്കിലും അതിനുശേഷം മെറ്റയാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഗവൺമെൻറ്, അതായത് അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ഒരു ടെക്നോളജിസ്റ്റാണ്, IIT പ്രോഡക്റ്റാണ്. അയാൾക്ക് പോലും മനസ്സിലാവുന്നില്ല ഇതൊന്നും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം? ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. ഈയിടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്റ് മെറ്റ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ സംഭവിച്ചത് എന്താണ്? മെറ്റയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരെയും ടോപ്പ് ബ്രാസിനെ മുഴുവൻ ഇവിടെ വിളിച്ചു വരുത്തി അവരോട് ഇക്കാര്യം പറഞ്ഞു. പക്ഷേ ഈ കാര്യം മാത്രമല്ല പറഞ്ഞു, എങ്ങനെ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ, ഇവിടെ വാട്സപ്പിൻ്റെ, ഇവിടെ ഫേസ്ബുക്കിൻ്റെ പ്രചാരണം കുറയ്ക്കാം, എങ്ങനെയെല്ലാം റെസ്ട്രിക്ഷൻസ് വരുത്താമെന്നാണ് ചർച്ച ചെയ്തത്. വാസ്തവത്തിൽ ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടാതിരിക്കാൻ എങ്ങനെയെല്ലാം എവിടെയെല്ലാം പൂട്ടിടാം എന്നാണ് ഇവരോട് ചർച്ച ചെയ്തത്.
അത് പുറത്ത് പറയത്തില്ലല്ലോ. ഇതാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ശരിയാണ്, അവർ കുറേ എല്ലാം റെസ്ട്രിക്ഷൻസ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ മീഡിയ വേൾഡ് കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല. തന്നെയുമല്ല, ജനങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയാണോ വേണ്ടത്? ജനങ്ങളെ അറിവുള്ളവരും നല്ലവരും സാമൂഹ്യമായി ഉള്ളവരുമാക്കിയല്ലേ തീർക്കേണ്ടത്. അതിന് മീഡിയ ഒരു തരത്തിലും അടച്ചു വയ്ക്കുവാൻ സാധ്യതയുണ്ട്. അച്ഛൻ വേറെ ചോദ്യം ചോദിക്കാം. അച്ഛൻ ഈ നോർത്ത് ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പഴയ നോർത്തിന്, അതായത് ഞാൻ ഏകദേശം 30 വർഷമായി ഡൽഹി വന്നിട്ട് ഞാൻ നോർത്ത് ഇന്ത്യ ശരിക്കും കറങ്ങിയ ഒരാളാണ്. കാരണം എൻ്റെ ജോലിപരമായ ആവശ്യത്തിന്. കാരണം ആ 30 വർഷമുള്ള നോർത്ത് ഇന്ത്യയും ഇന്നത്തെ 2026 നോർത്ത് ഇന്ത്യയും ഭയങ്കര വ്യത്യാസമാണ്. അത് ഭയങ്കര വിസിബിളായി ഇത് സംഭവം. കാരണം ഛത്തീസ്ഗഡിൽ പോകുമ്പോഴും ജാർഖണ്ഡിൽ പോകുമ്പോഴും ഒറീസയിൽ പോകുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗവൺമെൻറ് അതായത് BJP സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ ഇവർക്ക് ഇനി തടയാൻ സാധിക്കുമോ? യു സി, എഡ്യൂക്കേഷൻ ഇപ്പോൾ ഇന്ത്യയിലാകെ ഏതാണ്ട് 15 ലക്ഷം സ്കൂളുകളുണ്ടെന്നാണ് എൻ്റെ വിചാരം. 15 ലക്ഷം സ്കൂളുകളുണ്ട്. 2.5 കോടി 25 കോടി വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ പല സ്കൂളുകളുടെ സ്ഥിതി എന്താണെന്ന് ഈ കഴിഞ്ഞ ദിവസം എനിക്കത് കാണിക്കാൻ നിർത്തില്ല. ഈ കഴിഞ്ഞ ദിവസം സൂററ്റിലെ ഒരു സ്കൂളിൻ്റെ ഒരു റിപ്പോർട്ട് വരുന്നത് കണ്ടു. ഒരു പെൺകുട്ടി അവിടെ പോയി പ്രധാനാധ്യാപകരുമായിട്ട് സംസാരിക്കുന്നത്. അവിടെ സ്കൂൾ ക്ലാസിൻ്റെ പുറകിൽ ഒരു പട്ടി കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ടോയ്ലറ്റ് ഒരിടത്താണ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ക്ലാസ്സിലെ ബെഞ്ചും ഡെസ്കും ഒക്കെ അത്യാവശ്യത്തിനുള്ളതേ ഉള്ളൂ. ഒടിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ബെഞ്ചുകളും ഡെസ്കുകളും കൂട്ടിയിട്ടിരിക്കുന്നത് കാണും. കെട്ടിടമാണെങ്കിൽ തന്നെ ഒരു കരി വാരി തേച്ച് പോലുള്ള ഒരു കെട്ടിടം. ഈ സൂററ്റിൽ, അതെ, ഇന്ത്യയിലെ ഒരു പട്ടണത്തിലൊന്നാണ്. കാരണം ഏറ്റവും അവിടെ നടക്കുന്ന കാര്യം എക്സ്പോർട്ട് ചെയ്യുന്നൊരു പട്ടണമാണ്. ഇന്ത്യയിലെ ടെക്സ്റ്റൈലിൻ്റെ ഒക്കെ വലിയ സംഭവമുണ്ട്. ഡയമണ്ട് ആ സിറ്റിയെ പറ്റിയാണ്. കാരണം ഞാനിത് കണ്ടതാണ്. കാരണം ഇതാണ് ബേസിക്കലി ഇന്ത്യൻ വിദ്യാഭ്യാസം. അപ്പോൾ അവിടെ പഠിക്കുന്നത് പോലും പാവം പിടിച്ച കുട്ടികളാണ്. അപ്പോൾ ഇതിനെ സർക്കാർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇപ്പോൾ നഗരങ്ങളിലെല്ലാം വളരെയധികം വ്യാപിച്ചു. പണ്ട് ക്രൈസ്തവർ തുടങ്ങിയിരുന്നതാണ്. ഇപ്പോൾ കാശുള്ളവരെല്ലാം ഇത് ഒന്നാന്തരം ബിസിനസ്സാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഒന്നാന്തരം ബിസിനസ്സാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കാശുള്ളവരെല്ലാം, 4 കാശുള്ളവരെല്ലാം സ്കൂൾ തുടങ്ങുകയാണ്. എനിക്ക് തന്നെ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്ന് എപ്പോഴും ഇൻവിറ്റേഷൻ വരികയാണ്. ഫാദർ ഇവിടെ വരും, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം അവിടെ സ്കൂൾ നടത്താൻ ആളില്ല. സ്കൂൾ കെട്ടിടം പണിയാം, പക്ഷെ പഠിപ്പിക്കാനോ അതിനൊരു ഡിസിപ്ലിൻ കൊടുക്കാനോ അതിനൊരു പോളിസി കൊടുക്കാനോ ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനോ പറ്റിയ ആൾക്കാരില്ല. ഫാക്കൽറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം സ്കൂൾ നടത്തിയാൽ സ്കൂൾ നടക്കുകയാണ്. അപ്പോൾ ഈ ദർശനമുള്ളവർ വേണം അവിടെ പോകാനും അതിനു വേണ്ടി പ്രവർത്തിക്കുവാനും. ഞങ്ങൾ ക്രൈസ്തവ വൈദികർ എന്ന് പറയുന്നത് ദർശനമുള്ളവരാണ്. ഞങ്ങൾക്ക് ബാബു സമുഖ എന്നുള്ള ഞങ്ങളുടെ ഒരു പ്രൈമറി ഇൻറ്റൻഷനേ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഛത്തീസ്ഗഡിൽ ഞങ്ങളുടെ അച്ഛന്മാർ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ജീവിച്ച് കാണിക്കുക, എന്നിട്ട് അവർ ഇഷ്ടപ്പെട്ടാൽ നല്ല കാര്യം, അല്ലെങ്കിൽ സാരമില്ല, എങ്കിലും അവർക്ക് വെളിച്ചം കൊടുക്കുക, അവരെ സഹായിക്കുക. ഇതാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പക്ഷേ അഗ്രസീവായിട്ട് ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുന്നവരില്ലെന്ന് ഞാൻ പറയുന്നു. പെന്റക്കോസ്റ്റൽ ഇവാഞ്ചലിക്ക് ഭയങ്കര അഗ്രസീവാണ്. അവർ ശരിക്കും കൺവേർട്ട് ചെയ്യുന്നുമുണ്ട്. അത് സത്യമാണ്. ധാരാളം കൺവേർഷൻ നടക്കുന്നുമുണ്ട്. പിന്നെ അവർക്ക് അറിവുണ്ടാലും ഒരു വിഷമവും ഇല്ലാത്തവർ. അവരുടെ ചിന്താഗതി കംപ്ലീറ്റ് ഡിഫറെന്റ് ആണല്ലോ. അവര് കണ്ടു. ഒരാൾ പറയുകയാണ്, സാർ നിങ്ങളുടെ പട്ടാളക്കാരതേ ഇവിടെ നിരന്ന് നിൽപ്പുണ്ടല്ലോ, ഇവർക്കെല്ലാവർക്കും ഓരോ തോക്കും എടുക്കൂ, എന്നിട്ട് ഞങ്ങളെല്ലാവരെയും ടക്കെന്ന് പറഞ്ഞ് വെടിവെച്ചിടൂ, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ കർത്താവിന് വേണ്ടിയിട്ട് എന്നവർ പറയുക. ഇവർ പറയുന്നത് നിർബന്ധിച്ച് മതം മാറിയതാണെന്ന് ഇങ്ങനെ ഇവർ പറയുമോ? അതാണ് അത്. കാരണം ഞാനിത് കണ്ടതാച്ചാ. കാരണം ഞാൻ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന ട്രൈബൽ ബെറ്റിലൊക്കെ പോയിട്ട് ഞാൻ ഈ പറയുന്ന ട്രൈബൽ കൺവേർട്ടായിട്ടുള്ള ആൾക്കാരെ കണ്ടത്. ഇതിനകത്ത് ഞാൻ ക്ലിയറായിട്ട് മനസ്സിലാക്കി, ഇത് പണം കൊടുത്തുണ്ടായതല്ല, ഇത് സ്വാധീനിച്ചുണ്ടായതല്ല. അവർ വിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്. അവരെ ഈ ത്രട്ടണിങ് കൊണ്ടൊന്നും അവർക്ക് ഒരു പുല്ല് സംഭവിക്കാൻ പോകുന്നില്ല. ഇത് അതിഭയങ്കരമായിട്ടാണ്
ഉറപ്പായിട്ടും മലയാളികൾ തന്നെയാണ് അതിൻ്റെ പുറകിലുള്ളത്. നോ ഡൗട്ട്. കാരണം മലയാളികളാണ് എഡ്യൂക്കേറ്റഡ് ആളുകൾ. ഇപ്പം ഇന്ത്യയിലെ ഡയസസുകൾ എടുത്തു നോക്കിയാൽ പണ്ട് ഏത് നോർത്ത് ഇന്ത്യൻ ഡയസ്, ബോംബെയും ബാംഗ്ലൂരും ഒക്കെ ഗോവയും ഒക്കെ കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും ബിഷപ്സ് ആകുന്നത് പോലും മലയാളികളാണ്. ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്, ട്രെൻഡ് നന്നായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. പക്ഷേ ഇനീഷ്യൽ ആയിട്ടുള്ള പുഷ് ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. കാരണം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ മിഷനറി സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ കേരളത്തിൽ മിഷനറി സ്പിരിറ്റ് ഇല്ല. അസത്യം. കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലാക്കണം. കേരളത്തിൽ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു കാര്യമോ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുക പോലുമില്ല. ഇവിടെ ക്രൈസ്തവർ പോലും, സീറോ മലബാർ സഭക്കാർ പോലും ആ ജാതി വ്യവസ്ഥയിൽ അരിയാച്ചു നിൽക്കുന്നവർ. അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം പോലും കഴിക്കില്ല, യാതൊരു തരത്തിലുള്ള സാമൂഹിക ബന്ധം പോലും ഇല്ല നിൽക്കുന്നവരാണ്. അതേസമയം അവിടെ മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നവരോട് താതാത്മ്യം പ്രാപിക്കാൻ അവർക്ക് ഒരു വിഷമവുമില്ല. അവർക്ക് ഓടി നടക്കാൻ വിഷമവും. അത് റിയാലിറ്റി. ഒരു പ്രാവശ്യം 1975 പോയപ്പോൾ കാളവണ്ടിയിലാണ് പോലും. ഒരു സ്ഥലത്ത് ഒരു മെഷീൻ സ്റ്റേഷനിൽ നിന്ന് വേറെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വണ്ടിയില്ല, കാളവണ്ടിയിലാണ് ഞാൻ പോയത്. അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നേരിടാനും അവിടെ പ്രവർത്തിക്കുവാനും ഒരല്പം മനോധൈര്യം വേണം. അതുകൊണ്ട് എനിവേ, കാത്തലിക് സഭയുടെ കോൺട്രിബ്യൂഷനെ പറ്റി, അതുപോലെ FCRയെ പറ്റി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്. വേറൊരു ടോപ്പിക്കായിട്ട് അച്ഛൻ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.